പുതിയ PSC വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാസം 150ലേറെ തസ്തികകളിൽ PSC വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. 3 ഘട്ടമായിട്ടാണ് വിജ്ഞാപനം തയ്യാറാക്കുന്നത്. ആദ്യഘട്ടം 40 തസ്തികകളിലേക്കുള്ളത് ഡിസംബറിൽ പ്രസിദ്ധീകരിച്ചു. 47 തസ്തികകൾക്കുള്ള വിജ്ഞാപനം ഡിസംബർ 30 ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. സെക്രട്ടേറിയറ്റ്, PSC, ഓഡിറ്റ് വകുപ്പ് തുടങ്ങിയവയിലേക്കുള്ള അസിസ്റ്റന്റ് ഓഡിറ്റർ ഉൾപ്പെടെയുള്ള വിജ്ഞാപനം ഡിസംബർ 31 ഗസറ്റിലായിരിക്കും പ്രസിദ്ധീകരിക്കുന്നത്. അവസാനഘട്ട വിജ്ഞാപനങ്ങളുടെ പട്ടിക തയ്യാറായിട്ടില്ല. ഫയർമാൻ ട്രെയിനി, ഫയർമാൻ ഡ്രൈവർ ട്രെയിനി, മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് തുടങ്ങി 40 തസ്തികകൾക്കുള്ള ആദ്യഘട്ട വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങൾ അടുത്തുതന്നെ പ്രസിദ്ധീകരിക്കും. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ വിവിധ വകുപ്പിൽ ആയ വിവിധ ജില്ലകളിൽ ഹൈസ്കൂൾ ടീച്ചർ സംസ്കൃതം, തസ്തിക മാറ്റത്തിനുള്ള ഹൈസ്കൂൾ ടീച്ചർ മലയാളം തുടങ്ങിയ ജില്ലാതല വിജ്ഞാപനങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവില്, ഫിനാൻസ് സെക്രട്ടേറിയറ്റിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ്, പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി തുടങ്ങിയവയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമുള്ള NCA വിജ്ഞാപനങ്ങൾ എന്നിവയും പ്രസിദ്ധീകരിക്കുന്നവയിലുണ്ട്. ഡിസംബർ 31 പ്രസിദ്ധീകരിക്കുന്ന അവസാനഘട്ട വിജ്ഞാപനങ്ങളിൽ സെക്രട്ടേറിയറ്റ്, PSC, ഓഡിറ്റ് വകുപ്പ് തുടങ്ങിയവയിലേക്കുള്ള അസിസ്റ്റന്റ് ഓഡിറ്ററുടേതിനു പുറമെ KSEBയിലേക്കുള്ള വിവിധ തസ്തികകളുടെ വിജ്ഞാപനങ്ങളും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് NCA ഉൾപ്പെടെ 3ാം ഘട്ടത്തിൽ 70ലേറെ വിജ്ഞാപനങ്ങൾ ഉണ്ടാകും. 2025 ജനുവരി അവസാനം വരെ അപേക്ഷിക്കാൻ സമയം നൽകും. 47 തസ്തികകളിലെ വിജ്ഞാപനം പാസാക്കി. ഡിസംബറിൽ 2ാം ഘട്ടമായി പ്രസിദ്ധീകരിക്കുന്ന 47 കാറ്റഗറികൾക്കുള്ള വിജ്ഞാപനത്തിന് കഴിഞ്ഞ PSC യോഗം അംഗീകാരം നൽകി. സിവിൽ പോലീസിലും ആംഡ് പോലീസിലും SI, കൃഷി വകുപ്പിൽ കൃഷി ഓഫീസർ, വിവിധ വകുപ്പുകളിൽ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള തസ്തികകളുണ്ട്. ഡിസംബർ 30 ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. 2025 ജനുവരി 29 വരെ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇതോടെ ഇന്നത്തെ PSC വാർത്തകൾ തീർന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.